ഹായ്, കുഞ്ഞോനാണേ. അപ്പോൾ 2 ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എന്താ പറയുക, ഇന്ന് വെള്ളിയാഴ്ച ആണ്. അപ്പോൾ വെള്ളിയാഴ്ച അതുകൊണ്ട് ഇന്ന് ലീവായിരുന്നു. ഇന്ന് പണിയില്ല, പണിക്ക് പോയിട്ടില്ല. പെണ്ണുങ്ങൾ ഇവിടെ അല്ല, പെണ്ണുങ്ങൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇന്ന ദിവസമൊന്നുമില്ല, എല്ലാ ദിവസവും ഡ്യൂട്ടി തന്നെയാണ്. അത്യാവശ്യമുള്ളപ്പോൾ മാത്രം ലീവ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഓക്ക്. അപ്പോൾ എന്താ പറയുക, ഇന്ന് വെള്ളിയാഴ്ച പള്ളിയൊക്കെ കഴിഞ്ഞ് ജുമാക്കെ കഴിഞ്ഞ് വല്യമ്മൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി 2 മിനിറ്റ് അവിടെ പോയി ഇരുന്ന് 2 കുളൂസൊക്കെ പൊട്ടിച്ച് കഥയൊക്കെ പറഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ആലോചിച്ച്, വീട്ടിൽ പെണ്ണുങ്ങളില്ലാത്തതാണ്. അപ്പോൾ പണിക്ക് പോയതാണോള്, ഡ്യൂട്ടിക്ക് പോയതാണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഇവിടെ ഉണ്ട്, ചപ്പാത്തി ഇവിടെ ഉണ്ട്. ചപ്പാത്തിയും പിന്നെ കൂട്ടത്തിൽ നല്ല മീൻ പൊരിച്ചൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എനിക്ക് ഉച്ച സമയത്ത് നമുക്ക് ആ മീൻ പൊരിച്ചൊന്നും കൂട്ടിയിട്ട് ചോറാണെങ്കിൽ കുഴപ്പമില്ല, ചപ്പാത്തി ഒരു റെഡി ആവില്ലല്ലോ. അപ്പോൾ ഞാനെന്താക്കി, വരുന്ന വൈമന്ന് ഒരു ബീഫ് ബിരിയാണി മേടിച്ചിട്ടുണ്ട്. നല്ല ബിരിയാണിയാണ്, കുഴപ്പമില്ലാത്ത ബിരിയാണിയാണ്. അപ്പോൾ ആ ബീഫ് ബിരിയാണി തിന്നാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഹോട്ടൽ പറഞ്ഞുതരാം. നമ്മളെ കൈതപ്പൊയിൽ നിന്ന് കണ്ണോത്തൊക്കെ പോകുമ്പോൾ മാർക്കസ് യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് ഗേറ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടിയും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അടുത്ത ഭാഗത്ത് ആ ഒരു ഹോട്ടലേ ഉള്ളൂ. ഫുഡ് സിറ്റി എന്ന് പറയും, ഫുഡ് സിറ്റി ഹോട്ടൽ. ആ ഫുഡ് സിറ്റി ഹോട്ടലിനാണ് ഞാൻ ബീഫ് ബിരിയാണിയാണ് മേടിച്ചത്. അപ്പോൾ ഏതായാലും ചിക്കൻ ബിരിയാണി കൂട്ടി കുറേ ആയി ചിക്കൻ ബിരിയാണി ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ബീഫ് ബിരിയാണി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് ബിരിയാണി തിന്നാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് കേട്ടോ, ഇത് ഹോട്ടൽ മറന്നുകൊണ്ട, ഹോട്ടൽ ഫുഡ് സിറ്റിയിൽ നിന്നാണ് ഇന്ന് ബീഫ് ബിരിയാണി മേടിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റിയിൽ ഒരു സാധനം തന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ള ഭക്ഷണമാണ് അവിടെ. അപ്പോൾ പൈസയുടെ കാര്യത്തിലാണെങ്കിലും കുഴപ്പമില്ല, നല്ല റേറ്റ് കമ്മിയാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ നമുക്ക് സപ്ലൈ ചെയ്ത് തന്നിട്ടുണ്ട്. പാർസൽ വാങ്ങിച്ചാണ്, അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ അത് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെ തന്നെയാണ്. അപ്പോളേ നമ്മളെ ബിരിയാണി കഴിക്കാനുള്ള പരിപാടിയിലാണ്. പ്ലേറ്റിലൊന്നും ആക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഈ പൊതി അവർ തന്ന അതേ മാതിരി തന്നെ ഇതേപോലെ തന്നെ അങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ ആ കൂട്ടത്തിൽ ഒരു എന്താ പറയുക, GMS സോഡയുണ്ട്, അതായത് കളർ സോഡ കേട്ടോ. ആദ്യം ഒരാൾക്ക് കളർ സോഡ കുടിക്കട്ടെ. ഇനി നമുക്ക് ചോറ് നിന്ന് തുടങ്ങാം. നല്ല ബിരിയാണിയാണ്, സൂപ്പർ ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നുമില്ല, അന്ന് ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ ലൈക്ക് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഒരു പാവപ്പെട്ടവനാണ് നമ്മൾ, സംഭവം ഒന്നല്ല. അപ്പോൾ നിങ്ങളെല്ലാവരെയും സഹകരണം നമുക്ക് അത്യാവശ്യമാണ്, സഹകരിച്ചേ പറ്റൂ, സഹകരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക, പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.